ഹായ് മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നല്ലൊരു അടിപൊളി വീഡിയോയാണ്. അതായത് നാടൻ കോഴി തോരനാണ് കേട്ടോ. അപ്പോൾ നാടൻ കോഴി മനസ്സിലായല്ലോ, എല്ലാവർക്കും പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നാടൻ കോഴിയുടെ ആ ഒരു തോരനാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാനൊരു കുക്കറിൽ സെറ്റാക്കി അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് കുഴച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം കഴിക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടത്തക്ക രീതിയിലുള്ള ഓവറായിട്ടല്ല, കുറച്ച് വെള്ളം കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. അപ്പോൾ ഞാൻ കണക്കിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് സെറ്റാക്കി നമ്മൾ തീയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. പിന്നെ നമുക്ക് അടുത്ത ആവശ്യത്തിനായിട്ടുള്ള സാധനം നമുക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക് കീറിയത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. ജാറിലേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം ചേർക്കാം. അതിനുശേഷം നല്ലപോലെ നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിനി അതിലേക്ക് മെയിനായിട്ടുള്ള ഐറ്റംസ് ചേർക്കാം. മുളക് പൊടി ചേർക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ചേർക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് പട്ടയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല അടച്ചു വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാമേ. വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം ഒരു ചീനച്ചട്ടി സെറ്റ് ചെയ്തു. എണ്ണ നല്ലപോലെ ചൂടായപ്പോൾ എണ്ണയും ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണേ. അങ്ങനെ കുക്കറിൽ വെച്ച് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമുക്കിതെടുക്കാനേ. അപ്പോൾ നമുക്കതിനെ ഒന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാമേ. അതിനുശേഷം നമ്മുടെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത് ആ തേങ്ങ കേട്ടോ. ആ തേങ്ങയും മുളക് പൊടി എല്ലാം കൂടെ നല്ലപോലെ നമ്മൾ ഒരു ചമ്മന്തി പരുവാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു പരുവ്. ഇനി നമുക്ക് കടുവൊക്കെ തളിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ചെറിയ ഉള്ളിയിട്ട് വേവിച്ച ആ ചീനിച്ചട്ടിയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് തോർത്തിയെടുക്കാമേ. അപ്പോൾ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് നമ്മൾ ചിക്കനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം മാറ്റി പ്രത്യേകം നീക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിന് നല്ലതുപോലെ ഒന്ന് ഈ കാണുന്ന മസാലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ പീസുകളും നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഉണ്ട് കേട്ടോ. നമുക്കിത് ഒരു ചെറിയൊരു കഷ്ടപ്പാടുണ്ട്. പക്ഷേ എങ്കിലും ഐറ്റം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും അത്രയും നല്ലതാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് ഐറ്റംസ് വരുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമ്മുടെ ഐറ്റം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ നാടൻ കോഴി തോരൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ബൈ.